അമേരിക്ക. അമേരിക്ക പോലൊരു രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ സൈബർ നുഴഞ്ഞുകയറ്റമോ? അസംഭവ്യമെന്ന് പറഞ്ഞു തള്ളാൻ വരട്ടെ, അത്തരമൊരു മുന്നറിയിപ്പ് മുൻനിര ടെക് കമ്പനിയുടെ റിസർച്ച് വിഭാഗം തന്നെയാണ് നൽകിയിരിക്കുന്നത്. തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നുവെന്ന് തോന്നും. എന്നാൽ എല്ലാ പടക്കോപ്പുകളും ഉപയോഗിച്ചൊരു യുദ്ധത്തിനുപരി മറ്റെന്തൊക്കെയോ ആവാം ഇറാൻ കാത്തുവച്ചിരിക്കുന്നതെന്ന ചർച്ചകൾ സജീവമാകുന്നു. ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട്. പരാതിയുമായി എത്തിയത് ട്രംപ് ആണെന്നതിനാൽ തന്നെ അതിന് കഴമ്പില്ലെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. ടെസ്ല സിഇഒ എലോൺ മസ്ക് ട്രംപ് അഭിമുഖത്തിൽ സാങ്കേതിക തടസ്സം നേരിട്ടതിനെ മസ്ക് സൈബർ ആക്രമണമെന്ന് വിളിച്ചതും കൂട്ടി വായിക്കണോ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. ഈ വഴിയോ ഇറാൻ? ഇന്നത്തെ എന്റെ അതിഥികൾ: മുൻ ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധൻ ഡോക്ടർ ടി പി ശ്രീനിവാസൻ, റിപ്പബ്ലിക്കൻ പാർട്ടി സ്റ്റേറ്റ് ഡെലിഗേറ്റും ചെയർമാൻ ഓഫ് ടെക്സസ് കൺസർവേറ്റീവ് ഫോറം ഡാൻ മാത്യൂസ്, മെക്കാനിക്കൽ എഞ്ചിനീയറും പത്രപ്രവർത്തകനും ഫൊക്കാന ട്രസ്റ്റി ബോർഡ് സെക്രട്ടറിയുമായ ബിജു ജോൺ കൊട്ടാരക്കര എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ഡോക്ടർ ടി പി ശ്രീനിവാസനിലേക്ക്. ശ്രീ ടി പി ശ്രീനിവാസൻ, ഈ ഒരു ആരോപണത്തെ എങ്ങനെ കാണുന്നു? ട്രംപ് പറയുന്നു തങ്ങളുടെ ഇന്റേണൽ ഇമെയിൽസ് ഹാക്ക് ചെയ്യപ്പെട്ടു, അത്തരത്തിലൊരു പരാതി ഉന്നയിക്കുന്നു. ഗൂഗിളിന്റെ റിസർച്ച് വിഭാഗം ഒരു മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്ക പോലൊരു രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അതിനെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അതെല്ലാ തെരഞ്ഞെടുപ്പിലും പലതരത്തിലുള്ള പരാതികൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ കൂടുതൽ പരാജയപ്പെടാൻ സാധ്യതയുള്ളവരാണ് കൂടുതൽ പരാതികൾ പറയുന്നതെന്നാണ് സാധാരണ കാണാറുള്ളത്. ഇപ്പോൾ ട്രംപിനൊരു വലിയ ചലഞ്ച് ഉണ്ടായിരിക്കുന്നു എന്നാണ് നമ്മുടെ എല്ലാം വിശ്വാസം. അതായിരുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള സ്ഥിതിവിശേഷം. അപ്പൊ അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ആ വലിയ വെല്ലുവിളിയെ നേരിടാൻ വേണ്ടി ഏതു തരത്തിലുള്ള വാദവും ഉന്നയിക്കാൻ എല്ലാ കാൻഡിഡേറ്റ്സും ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അത് ടെക്നോളജി ഫോർ ഫ്രണ്ടിലേക്ക് വന്നത് മാസ്കുമായിട്ടുള്ള ഇന്റർവ്യൂവിന് ശേഷമാണ്. കാരണം അതാണ് ഇതിൽ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നത് എന്ന്. അതുകൊണ്ട് കമലാ ഹാരിസിന്റെ ഉയർന്ന സ്ഥിതി ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള ചാർജുകൾ വരുന്നത്. കൂടുതൽ പല ചാർജുകളും വരും മുമ്പ് എന്നുള്ളതാണ്. പക്ഷെ എന്നാലും അതല്ലല്ലോ ഏറ്റവും പ്രധാനമായ കാര്യം. എവിടെയാണ് ജനപിന്തുണ ഉള്ളത് എന്നുള്ളതാണ്. അതുപോലെ ലോക രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ മാറ്റങ്ങൾ, അദ്ദേഹം ഡൊണാൾഡ് ട്രംപ് കാൻഡിഡേറ്റ് ആകുന്നതിനുണ്ടായിരുന്ന സ്ഥിതിവിശേഷമല്ല ഇപ്പോൾ അമേരിക്കയിലും ലോകത്തെല്ലാം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ആശങ്കകൾ ഉയർത്തപ്പെടുമെന്നുള്ളത് സംശയമൊന്നുമില്ല. ടെക്നോളജിക്കലായിട്ട് എനിക്കറിയില്ല എന്താണ് ഇതിന്റെ അർത്ഥം എന്നാണ്. പക്ഷേ അമേരിക്കയിലാണ് സാങ്കേതിക വൈദഗ്ധ്യം ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് അതിന്റെ ഉപയോഗിക്കാനുള്ള ശ്രമം ഉണ്ടാകും എന്നുള്ളതിന് സംശയം. പക്ഷെ എന്നാലും ഇതിൽ നിർണായകം പോകുന്നത് ഈ ടെക്നോളജിയെ പറ്റിയുള്ള വാദമായിരിക്കാൻ സാധ്യതയില്ല. ഇനിയും ധാരാളം സമയമുള്ളത് കൊണ്ട് ഫോക്കസ് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുകയും യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്, ലോകത്തിന് എന്താണ് വേണ്ടതെന്നുള്ളതിലേക്ക് ചർച്ചയിലേക്ക് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ ടെക്നോളജിയെ പറ്റിയുള്ള വിവാദത്തെ പറ്റി എനിക്ക് വലിയ വിവരമില്ല, അതിനെപ്പറ്റി വലിയ അഭിപ്രായവുമില്ല. പക്ഷെ ഇത് കാണിക്കുന്നത് ആരാണോ ഇതുപോലെയുള്ള പരാതികൾ ഉയർത്തുന്നത് അവർക്കായിരിക്കും കൂടുതൽ പ്രശ്നങ്ങളുള്ളത്, അല്ലെങ്കിൽ അവർക്കാണ് ഭയമുള്ളത് എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുണ്ടായത്. ശരി, താങ്ക് യു. ശ്രീ ബിജു ജോൺ കൊട്ടാരക്കര, നമ്മൾ പറയും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ട്രംപാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല, അതിൽ പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല എന്ന് വിലയിരുത്തുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ടോ ഈ ഒരു ആരോപണത്തെ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് ഈ ചർച്ചയിലേക്ക് എന്നെ കൊണ്ടുവന്നതിലെ ഞാൻ താങ്ക് യു പറയുന്നു. ഇത് ആക്ച്വലി ട്രംപ് പറയുന്നതായിട്ടല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഓൾറെഡി ഇത് നാഷണൽ ടോപ്പ് ഇന്റലിജൻസ് അവർ ഓൾറെഡി വാൺ ചെയ്തിരുന്നതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാം. കഴിഞ്ഞ 2016-ലും 2020-ലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് ഓൾറെഡി ഈ ഒരു വാണിംഗ് ഉള്ളതും
ആണ്. അതുപോലെ തന്നെ ട്രംപിന്റെ ക്യാമ്പയിനിലുള്ള ഡോക്യുമെന്റ്സ് അവിടുന്ന് സ്റ്റീൽ ചെയ്തിട്ട് ഓൾറെഡി ഇൻവേർഷൻ ചെയ്ത് പൊളിറ്റിക്കോ എന്ന പത്രത്തിനും അങ്ങനെ പല ന്യൂസ് ഏജൻസികളും അയച്ചും കൊടുത്തിട്ടുണ്ട് അവരുടെ സീക്രട്ട് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്. അത് ഇതുവരെ പത്രങ്ങളൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എങ്കിൽ തന്നെയും ഓൾറെഡി അവിടെ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അത് ആര് ചെയ്തു എന്നുള്ളതാണ് ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. അത് ഇറാനാണോ, റഷ്യയാണോ, ചൈനയാണോ എന്നുള്ളത് നമുക്ക് ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ടെൻഷൻ നടക്കുന്ന അമേരിക്കയും ഇറാനും തമ്മിലുള്ള ടെൻഷൻ നടക്കുന്ന ഈ ഒരു അവസരത്തിൽ അത് ഇറാൻ ആയിരിക്കും ചെയ്തത് എന്ന രീതിയിലാണ് ട്രംപ് അതിനെ കൊണ്ടുവരുന്നത്. അതിന് കാരണവുമുണ്ട്. ട്രംപ് കഴിഞ്ഞ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇറാനെതിരെ അവരുടെ ആണവ ആയുധങ്ങൾക്കെതിരെ ഉള്ള നിയമങ്ങൾ കൊണ്ടുവരികയും അതിനെ ഇറാനെതിരെ വളരെ ശക്തമായിട്ട് എതിർത്ത ഒരു പ്രസിഡന്റ് ആയിരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ട്രംപ് തോൽക്കണം എന്നുള്ളത് ഇറാന്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഇറാനായിരിക്കും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. പക്ഷേ ഇത് ഓൾറെഡി ഇന്റലിജൻസ് ടോപ്പ് നാഷണൽ ഇന്റലിജൻസ് ഓൾറെഡി അവർ വാൺ ചെയ്തിരിക്കുന്ന കാര്യമായതുകൊണ്ട് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഇനി അവർ തന്നെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ശരി, ശ്രീ ഡാൻ മാത്യൂസ്, ട്രംപ് തന്നെ പറയുന്നുണ്ട് ഇറാനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ച ഒരു പ്രസിഡന്റാണ്. ഇനിയും താൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ സമാനമായ കാര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അത് ഭയന്ന ഇറാൻ തനിക്കെതിരായ ഒരു ആക്രമണം, അത് ഒരു സൈബർ ആക്രമണം എന്ന നിലയിൽ നടത്തുന്നു എന്ന് പറയുന്നു. മറുവശത്തെ വാദം പരാജയ ഭീതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു ആരോപണം. അതിപ്പോൾ ഗൂഗിളിന്റെ ഒരു മുന്നറിയിപ്പുണ്ട് എന്ന് നമുക്കൊരു വാദത്തിനായി പറയാമെങ്കിൽ പോലും ഗൂഗിളിന്റെ ഒരു മുന്നറിയിപ്പുണ്ട് എങ്കിൽ തന്നെയും പരാജയപ്പെടാൻ പോകുന്ന വ്യക്തിയുടെ ഒരു പരാതി എന്ന നിലയിലാണോ അതിനെ കാണേണ്ടത്, അതോ ഈ പറയുന്നത് പോലെ ഇതിൽ കഴമ്പുണ്ടോ? Christina, thanks for having me. Let's look what is happening now. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം ഇറാൻ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ ഇന്റർഫിയർ എന്നുള്ള ഒരു വിഷയമാണ്. അത് നമ്മളിവിടെ കേട്ടു, അതിങ്ങനെ ഒരു പരാതിയായിട്ട് ട്രംപ് പറഞ്ഞെന്നൊക്കെ. പക്ഷെങ്കിൽ ദ ട്രൂത്ത് ഓഫ് ദ മാറ്റർ ഈസ് അങ്ങനെ ഇവിടുത്തെ മെഗാ കോർപ്പറേഷനുകൾ ഗൂഗിള്, മെറ്റ, എക്സ്, ട്വിറ്റർ എക്സ്, ഇതൊക്കെ അതുപോലെ എല്ലാം റിപ്പോർട്ട് ചെയ്തു. അതുകൂടാതെ തന്നെ ഹോംലാൻഡ് സെക്യൂരിറ്റി, ഇവിടുത്തെ ഓഫീസ് ഓഫ് ദി ഇന്റലിജൻസ് ഓഫീസർ, ഹോംലാൻഡ് സെക്യൂരിറ്റിയും FBI ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ഇവിടുത്തെ അങ്ങനെ ഒരു ന്യൂസാണ് അത്. പക്ഷെങ്കിൽ അതിന് യാതൊരു സർപ്രൈസും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം റഷ്യയുടെ കൊലൂഷനെ പറ്റി സംസാരിച്ചു, ഇപ്പോൾ ഇറാന്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഇറാന്റെ പേരാണെങ്കിൽ അതിലൊരു സർപ്രൈസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇറാന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണ്? അവിടുത്തെ ബ്രൂട്ടൽ റെജീമിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡെത്ത് ടു ഇസ്രയേൽ ആൻഡ് ഡെത്ത് ടു അമേരിക്ക. അതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറഞ്ഞത്. അത് നേടിയെടുക്കണമെങ്കിൽ അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയിൽ ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇറാൻ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം, അവർ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം ചെയ്യുന്ന ഒരു രാജ്യമാണ്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചെടുക്കുവാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ ലക്ഷ്യം ഡെത്ത് ടു ഇസ്രയേൽ, ഇസ്രയേലിനെ വൈപ്പ് ഔട്ട് ഓഫ് ദ ഫേസ് ഓഫ് ദി എർത്ത് എന്നാണ് അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞത്. അത് സംഭവിക്കണമെങ്കിൽ അമേരിക്കയിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ, അതിന് അനുകൂലമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി അവർ എന്തും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നോക്കിക്കേ, ഇപ്പോൾ തന്നെ നമ്മൾ വൈൽ വി ആർ സ്പീക്കിംഗ്, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ ഈസ് ഫേസിങ് ഓർ ബ്രേസിങ് ആൻ അറ്റാക്ക് ഫ്രം ഇറാൻ. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോലാൻ ഹൈറ്റ്സിൽ അവരുടെ ബ്രെയിൻ ചൈൽഡ് ആയിട്ടുള്ള ഇറാന്റെ ബ്രെയിൻ ചൈൽഡ് ആയിട്ടുള്ള ഹിസ്ബുള്ള, ദ പാർട്ടി ഓഫ് ഗാഡ്, അവർ കോൺസ്റ്റന്റ്ലി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡെത്ത് ടു അമേരിക്ക. അമേരിക്ക എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഡെത്ത് ടു ദി റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് പറയുന്നതായിരിക്കും സത്യം. അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഹ്യൂസ്റ്റണിൽ നിന്ന് ഒരു ഇറാൻ ടൈ ഉള്ള ഒരു ആളിനെ അവർ അറസ്റ്റ് ചെയ്തു. അത് ട്രംപിന്റെ ക്യാമ്പയിനും അല്ല അറസ്റ്റ് ചെയ്തത്, ഇവിടുത്തെ FBI ആണ് അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇറാൻ ഈസ് ട്രൈയിങ് വെരി ഹാർഡ്, വളരെ നല്ലതുപോലെ അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായ, ഇപ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ നോക്കിയാൽ നമുക്ക് നല്ലതുപോലെ അറിയാം, ദേ ആർ വെരി വീക്ക് ഓൺ ദ മിഡിൽ ഈസ്റ്റ്, വെരി വീക്ക്. അല്ലെങ്കിൽ ഇത്രയും നാളത്തിന് ശേഷമായിട്ട് ആദ്യമായിട്ട് ഇറാൻ, ഹൗ ദേ ഡെയർ ടു അറ്റാക്ക് ഇസ്രയേൽ, ദേ ഡിഡ്. മാർച്ച് 13 ഓവർ 330 ഡ്രോൺ അറ്റാക്സ്, മിസൈല്, സർഫസ് മിസൈല്, ക്രൂസ് മിസൈൽസ്, ബാലിസ്റ്റിക് മിസൈൽ ഇറാൻ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടു എന്നുള്ളതാണ് സത്യം. അത് എങ്ങനെകൊണ്ടാണ് സംഭവിച്ചത്?
അമേരിക്കയുടെ അഡ്മിനിസ്ട്രേഷന്റെ വീക്ക്നെസ് കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ലോകരാജ്യങ്ങൾ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്താണത്. അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം അമേരിക്കയിൽ ഉണ്ടാകണമെന്നാണ് ഇറാന്റെ താല്പര്യം. Evil axis, they are part of the evil axis. Everyone knows that. Iran, China, North Korea, ഈ രാജ്യങ്ങൾ, റഷ്യ, ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് അമേരിക്കയെ വീക്കാക്കുക. They're trying to get their own, അവരുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചെടുക്കാനുള്ളതും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇപ്പോൾ അവർ കണ്ടിരിക്കുന്നത്. അതിന് നല്ലൊരു പ്രസിഡന്റ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അല്ല. ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ ബി എ നൈറ്റ് മെയർ ഫോർ ദം. നമുക്ക് നല്ലപോലെ അറിയാം. ട്രംപിന്റെ സമയത്ത് വാസ് എംബാർഗോ, അതുപോലെ റെസ്ട്രിക്ഷൻസ്, സാങ്ഷൻസ്, ഓയിൽ സാങ്ഷൻസ് വന്ന് ഇറാൻ വളരെ വീർപ്പുമുട്ടിയ സമയമാണ്, വളരെ വീർപ്പുമുട്ടി. അതിനുശേഷമായിട്ട് അതെല്ലാം ഈസി ചെയ്തപ്പോൾ നമുക്ക് ദേ ബിക്കം റിച്ച്, ദേ ഈവൻ ബിക്കം വൺ ഓഫ് ദി ഏറ്റവും നല്ല ഒരു പവറായിട്ട് മാറി എന്നുള്ളത് വളരെ സത്യമല്ലേ. അതുകൊണ്ടല്ലേ അവർ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ പോയത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അതൊരു ബ്ലെയിം ആയിട്ട് ട്രംപ് ചെയ്യുന്ന ഒരു ബ്ലെയിം അല്ല. This is something is need to be investigated. ഓക്കെ, താങ്ക് യു. ഡോക്ടർ ടി പി ശ്രീനിവാസൻ, അമേരിക്ക പോലെ ഇത്രയും സൈബർ സെക്യൂരിറ്റി ഉള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു ഹാക്കിംഗ് ആരോപണം വരുന്നു, അത്തരത്തിലൊരു മുന്നറിയിപ്പ് അമേരിക്കയിലെ തന്നെ മുൻനിര കമ്പനികൾ നൽകുന്നു. മൈക്രോസോഫ്റ്റ് പറയുന്നു വിദേശ ഇടപെടൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാമെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്ക പോലൊരു രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ വിദേശ ഇടപെടൽ ഉണ്ടാകാം, ഇതൊക്കെ അമേരിക്കയുടെ ഒരു ഇമേജിനെ, ഇപ്പോഴത്തെ ഒരു ഇമേജിനെ ഏത് രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്? ടെക്നോളജിയിൽ മറ്റൊരു രാജ്യത്തിനും അമേരിക്കയെ വെല്ലുവിളിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. വിശേഷിച്ചും ഇറാൻ, അവരുടെ പ്രസിഡന്റ് മരിച്ചത് എത്രയോ വർഷമായ ഒരു ഹെലികോപ്റ്ററിലായിരുന്നു. അതുപോലെ ഒരു സംഭവം അമേരിക്കയിൽ ഉണ്ടാകുമോ? അവർക്ക് ഈ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. അമേരിക്കൻ സാങ്ഷൻസ് കാരണം എത്രയോ വർഷമായിട്ട് അവർക്ക് ടെക്നോളജി ഒന്നും ലഭിക്കുന്നില്ല. പ്രസിഡന്റിന്റെ പ്ലെയിൻ ശരിയാക്കി ഓടിക്കാൻ പോലുമുള്ള കഴിവ് അവർക്കില്ല എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇറാൻ ഇതുപോലെ ഒരു പെരുമാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. ഇറാൻ എന്താണ് ഗ്യാരണ്ടി? ട്രംപ് അല്ല ജയിക്കുന്നത്, ഹാരിസ് ആണ് ജയിക്കുന്നതെങ്കിൽ അമേരിക്ക ഇറാനോട് മറ്റൊരു തരത്തിൽ പെരുമാറുകയില്ലല്ലോ. അവർ തമ്മിലുള്ള മത്സരം ഇന്നും ഇന്നലെയും തുടങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ പറയാറുണ്ട്, ഇന്ത്യയിൽ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ചൈന ഇതിൽ ഇടപെടുമെന്നും അമേരിക്ക ഇടപെടുമെന്നും അതുപോലെ അമേരിക്ക ബംഗ്ലാദേശിൽ ഇടപെട്ടുമെന്നും ഒക്കെ ഇങ്ങനെയുള്ള ധാരാളം വാർത്തകൾ വരാറുണ്ട്. അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഇന്നിപ്പോ ടെക്നോളജിയെ പറ്റി വലിയ വിവരമൊന്നും പലർക്കും ഇല്ലാത്തത് കൊണ്ട് എന്തും സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം പലർക്കും. അത് വിശേഷം അമേരിക്കയെ പറ്റി ആ സംശയം ഉണ്ട് താൻ. പക്ഷെ അമേരിക്കയ്ക്കുള്ളിൽ ഇറാൻ വന്ന് ഇത്രയുമൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല റിയലിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ. അവരെ സംബന്ധിച്ചിടത്തോളം അത് റിയലി നോ ചോയ്സ് ബിറ്റ്വീൻ വൺ പാർട്ടി ആൻഡ് ദി അതർ. അമേരിക്കൻ ഇറാൻ റിലേഷൻസ് ആ പാർട്ടിയുടെ കാര്യത്തിലല്ല, അവരുടെ ബേസിക് ആയുള്ള അസംപ്ഷൻസ് ആണ്. ഇസ്രായേലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ. ഇപ്പോ ഇസ്രായേലിനെ നശിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേലിനെ വീക്ക് ആക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ടെക്നോളജി നോക്കുമ്പോഴും ഇറാന്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോഴും ഒക്കെ ഇതിനൊന്നും ചെലവാക്കാനുള്ള പണമോ സൗകര്യമോ അവർക്ക് ഉണ്ടായിരിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് ഈ വാർത്തകളൊക്കെ കുറച്ചൊരു ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു. ശ്രീ ബിജു ജോൺ കൊട്ടാരക്കര, ഈ പറയുന്നത് പോലെ മസ്കും ട്രംപും തമ്മിലുള്ള ഒരു അഭിമുഖമുണ്ടായിരുന്നു. അത് ചിലപ്പോൾ വേറൊരു സംഭവമേ ആയിരിക്കാം. അതിൽ സാങ്കേതിക തടസ്സം വന്നു, 40 മിനിറ്റ് ഡിലേ ആകുന്നു. ഇനി അതിനിൽ കേൾക്കാനിരുന്നവർക്ക് തന്നെ അത് പ്രോപ്പറായി കേൾക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ മസ്ക് അതിനെ വിശേഷിപ്പിച്ചത് ഇതൊരു സൈബർ ആക്രമണമെന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഈ ഒരു ഇലക്ഷന് മാത്രമല്ല, കഴിഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പഴയ ഇലക്ഷനുകളിലും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞു റഷ്യ ട്രംപിനെ സഹായിച്ചു, ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി സഹായിച്ചു എന്നുള്ള ഒരു ആരോപണമായിരുന്നു അന്നത്തെ. ഇപ്പോൾ പറയുന്നത് ചൈനയും ഇറാനും എല്ലാം ട്രംപിന് എഗൻസ്റ്റ് വർക്ക് ചെയ്യുന്നു, എങ്ങനെയും ട്രംപ് പ്രസിഡന്റ് ആവാതിരിക്കാൻ വേണ്ടി. സോ ഇതൊന്നും പ്രൂവൺ ചെയ്തതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊന്നും പ്രൂവൺ ചെയ്തതല്ല. ഇപ്പൊ തന്നെ മസ്ക് പറയുന്നത്
അത് സൗണ്ടും ശരിയല്ലായിരുന്നു. അത് ആദ്യമുണ്ടായ ഡിലേയും സൈബർ അറ്റാക്ക് ആണെന്ന് പറയുന്നു എങ്കിൽ തന്നെയും ഇതുവരെ അത് പ്രൂവ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത് ആര് ചെയ്തു എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതും നമുക്ക് ഏത് രാജ്യത്തു നിന്ന് വന്ന അറ്റാക്ക് ആണ് എന്ന് അവർക്ക് ഇതേവരെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇതെല്ലാം ഒരു അസംഷന്റെ പുറത്ത് പോകുന്നതായതുകൊണ്ട്, അത് മാത്രമല്ല ഇന്നത്തെ കാലയളവിൽ ഈ AI-യും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ChatGPT-യും ഇതെല്ലാം ഉള്ള ഈ ഒരു കാലയളവിൽ ആർക്ക് വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം എന്നുള്ളത് വേറൊരു വശം. സോ അതുകൊണ്ട് ഇതിന്റെ റിയൽ കോസ് കണ്ടുപിടിക്കേണ്ടുന്നത് ഇവിടുത്തെ ഭരണാധികാരികളുടെ ഉത്തരവാദിത്തം എന്ന് തന്നെയാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ ടോപ്പ് ഇന്റലിജൻസ് അവരുടെ ഉത്തരവാദിത്തം തന്നെ എന്നാണ് എന്റെ വിശ്വാസം. അല്ല, ഇവിടെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ക്യാമ്പ് പറയുന്നത് തന്ത്രപ്രധാനമായ ചില വിവരങ്ങളാണ് ഹാക്ക് ചെയ്യപ്പെട്ടതെന്ന്. അപ്പൊ ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ക്യാമ്പയിനിൽ റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ നിന്ന് ചോരാൻ മാത്രമുള്ള ഇന്റേണൽ ആയിട്ടുള്ള തന്ത്രപ്രധാനമായ എന്ത് ഡോക്യുമെന്റ്സ് ആണെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ പറയുന്നുണ്ട് ഇത് സാധാരണക്കാർക്കും ലഭിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളെന്ന്. അതിലൊരു വൈരുദ്ധ്യമുണ്ടോ? ഞാൻ അറിഞ്ഞത് അനുസരിച്ച് ഇത് വൈസ് പ്രസിഡന്റ് വാൻസിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പുള്ളിയെ കുറിച്ചുള്ള റിസർച്ച് ഡോക്യുമെന്റ്സ് ആണ് അവിടുന്ന് സ്റ്റീൽ ചെയ്തിട്ട് മറ്റു പത്രങ്ങൾക്ക്, പൊളിറ്റിക്കോ എന്നുള്ള മറ്റു പത്രങ്ങൾക്ക് അയച്ചു കൊടുത്തായിട്ട് പറയുന്നത്. പക്ഷെ അവരും അത് കൺഫേം ചെയ്യുന്നുണ്ട്, അവർക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടെന്നും. പക്ഷെ അവർ ഇതേവരെ അത് പുറത്തു വിട്ടിട്ടില്ല. ഇങ്ങനെ ഒരു ലീക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് വന്നത് ആയതുകൊണ്ട് അവർ ഇതേവരെ ആ ഡോക്യുമെന്റ് പുറത്തു വിട്ടിട്ടുമില്ല. സോ അതുകൊണ്ട് ഇതുവരെ നമുക്ക് വിശ്വാസം ട്രംപ് പറയുന്നതാണോ ശരി, അതോ ഈ പത്രങ്ങൾ പറയുന്നതാണോ ശരി, അതോ ഇനി ആര് പറയുന്നത് ശരി എന്നുള്ളത് ഇനി നമുക്ക് വരും ദിവസങ്ങൾ നമുക്ക് വാർത്തകളിലൂടെയോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നോളജിയിലൂടെയോ അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ശരി, താങ്ക് യു. ശ്രീ ഡാൻ മാത്യൂസ്, ഇപ്പോൾ ഡോക്ടർ ടി പി ശ്രീനിവാസൻ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം പ്രസിഡന്റിന്റെ വിമാനത്തിന് സുരക്ഷയുണ്ടോ എന്ന് ഉറപ്പാക്കാനാവാത്ത ഒരു രാജ്യം, അതുപോലെ തന്നെ ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും വളരെയധികം പിന്നോക്കം നിൽക്കുന്ന, ഇഴഞ്ഞു നീങ്ങുന്ന ഒരു രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇറാൻ, ഒപ്പം തന്നെ അവർ ഈ സാമ്പത്തികമായ ഉപരോധങ്ങളിലൊക്കെ പെട്ടിങ്ങനെ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഇത്തരത്തിലൊരു സാങ്കേതികമായ അറ്റാക്കിന് ഏത് തരത്തിലാണ് ഇറാന് സാധ്യമാവുക എന്നൊരു ചോദ്യം നിലനിൽക്കുന്നില്ലേ? അങ്ങനെ ഒരു ചോദ്യം നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെങ്കിൽ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എനിമി. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ 9/11 പാകിസ്ഥാനോ അല്ലെങ്കിൽ സൗദി അറേബ്യക്കോ അങ്ങനെയുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ ദേ ക്രംബിൾഡ് അമേരിക്കൻ എക്കോണമി. വളരെ സത്യമല്ലേ? അമേരിക്കയെ ഏറ്റവും ബ്രാട്ട് ടു ദ ഗ്രൗണ്ട് സീറോ, ബ്രിങ് ടു ദ നീ. അവർക്ക് ഒന്നുമില്ലാത്ത 2 പ്ലെയിൻ മാത്രം 3 പ്ലെയിൻ കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് നെവർ അണ്ടർ എസ്റ്റിമേറ്റ്. Trump is very brilliant, that's for sure. He sees things 6 months to 1 year in advance. പലരും അത് സമ്മതിക്കത്തില്ല. പക്ഷെങ്കിൽ he is very brilliant. അതുകൊണ്ട് ഇങ്ങനൊരു ആരോപണമല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് you have to be, America must be vigilant. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇറാന് അങ്ങനെയുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടെ ക്വസ്റ്റ്യൻ ആയിരിക്കുന്നത്. വാട്ട് ഈസ് ദെയർ ഇന്റൻഷൻ? അവരുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ പ്രൊളിഫറേഷൻ ആൻഡ് ഓൾസോ ന്യൂക്ക് വെപ്പൺസ്, അണ്വായുധങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് നമുക്ക് നല്ലപോലെ അറിയാം. അതിൻ്റെ തടസ്സമായിട്ട് ആരാ നിൽക്കുന്നത്? ഇവിടുത്തെ റിപ്പബ്ലിക്കൻ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോൾ അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ളതും കൂടെ നഷ്ടപ്പെടുമെന്ന് ഇറാൻ അറിയാമെന്നത് കൊണ്ട് no matter whether they are capable or not, that's not the question. That is their willingness to do it. അതാണ് അവർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അത് ചില രീതിയിൽ ഇപ്പോൾ ചെയ്തു, അല്ലെങ്കിൽ അവർ ചെയ്യാൻ ശ്രമിച്ചു. നോക്കുക, ഇത്രമാത്രം സെക്യൂരിറ്റി ഉണ്ടായിരുന്ന ട്രംപിനെ ഓൺ ഹിസ് ക്യാമ്പയിൻ സ്റ്റേജിൽ വെടിവെച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. എങ്ങനെ അമേരിക്കയ്ക്ക് വിശ്വസിക്കും? ഇവിടെ ഇതിനകത്ത് തന്നെ സംസാരിച്ചു, കൃഷിനെ ചോദിച്ചു, ഹൗ കൻ ഇറ്റ് ബി പോസിബിൾ? ഇതെങ്ങനെ സംഭവിക്കും? പക്ഷേ it happened. അതുകൊണ്ട് no countries are idiot proof. There are still loopholes. There are ways to get into it. America must be very vigilant. They have to be careful on this election. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറാന്റെ താല്പര്യം ഒരു weak പ്രസിഡന്റാണ്. Somebody who doesn't know much about what is the foreign policies. Look at Kamala Harrisനെ നോക്കിയേ. She never done a question answer, a press, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുള്ള പ്രസ് കോൺഫറൻസ് ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു ഫോറിൻ പോളിസി, ഒരു സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ടില്ല. അങ്ങനെയുള്ള ആള് ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ വിദേശ കാര്യങ്ങൾ ഒന്നും അറിയാത്ത ഒരാൾ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതാണ് ഇറാൻ ഇഷ്ടം. അതിന് ഒന്നാമത് ചെയ്യേണ്ടത്
പ്രസിഡന്റ് ട്രംപിനെ സ്റ്റോപ്പ് ചെയ്യുക. ഫിഷിംഗ് ഇമെയിൽ കൊടുത്ത് അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് കൊടുത്ത് ഇതുപോലുള്ള ഫേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് പിന്നെ അവർ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചെയ്യുന്നു ശ്രമിക്കുന്നത് യാതൊരു തെറ്റുമില്ല. അതങ്ങനെ ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമുണ്ടെന്ന് ഞാൻ അല്ല, കാണുന്നു. ഇത് ഇപ്പോ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഇന്റേണൽ ഇമെയിൽസ് ഹാക്ക് ചെയ്തു എന്നല്ലേ പറയുന്നത്? അത്തരത്തിലുള്ള ഇന്റേണൽ ഇമെയിൽസ് ഹാക്ക് ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയാണ് ഈ പ്രസിഡന്റ് ട്രംപിനെ അതിൽ തോൽപ്പിക്കാനാകുന്നത്? അതിനപ്പുറമായിട്ട് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും 2020 പ്രസിഡന്റ് ട്രംപ് ജയിച്ചതിന് ശേഷമായിട്ട് 4 വർഷം റഷ്യ കൊലൂഷൻ എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം ട്രംപിനെ ഇംപീച്ച് ചെയ്തു. അതുപോലെ തന്നെ പിന്നെ കോൺഗ്രസ്സിൽ സെനറ്റിൽ അത് കൊണ്ടുവന്നു, ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. അങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ 4 വർഷമായിട്ട് നടത്തിയതായിട്ട് നമുക്കറിയാം. അവസാനം അവരൊന്നും കണ്ടുപിടിച്ചില്ല. പക്ഷെങ്കിൽ അത് അത് റഷ്യയായിരുന്നു. ഇപ്പോൾ അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുന്ന ഇറാനാണ്. ഇറാൻ ഹാസ് എ വെസ്റ്റേൺ ഇൻട്രസ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദേ ഹാവ് എ വെസ്റ്റേൺ ഇൻട്രസ്റ്റ്. ദേ ആർ ടാർഗറ്റിംഗ് ഇസ്രായേൽ, ദേ ആർ ടാർഗറ്റിംഗ് അമേരിക്ക, നോ മാറ്റർ വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ ടി പി ശ്രീനിവാസൻ. ഈ പറഞ്ഞതെല്ലാം അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പോൾ ഈ പറയുന്നത് പോലെ, അങ്ങ് പറയുന്നത് പോലെ ഇറാനുള്ള എല്ലാ ബലഹീനതകളുമുണ്ട്. പക്ഷെ അതിനപ്പുറമായിട്ട് ഇത്തരത്തിൽ ഇറാൻ ഒരു ശ്രമം നടത്തിയെന്ന വളരെ ശക്തമായ ആരോപണത്തിലാണല്ലോ ഈ റിപ്പബ്ലിക്കൻ ക്യാമ്പ്. ഈ പറയുന്ന ഇസ്രയേൽ യുദ്ധവുമായിട്ട് നമുക്കിതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുമോ? അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ഒരു വീക്ക് പ്രസിഡന്റിനെ അമേരിക്കയിൽ അവരോധിക്കുക എന്നൊക്കെ പറയുന്ന അത്രയും കരുത്തുള്ള ടാർജറ്റുമായൊക്കെ മുന്നോട്ട് പോകാനാകുന്ന ഒരു രാഷ്ട്രമാണോ ഇറാൻ? എനിക്ക് തോന്നുന്നില്ല. കാരണം ആര് പ്രസിഡന്റ് ആയാലും ഇറാൻ വലിയ വ്യത്യാസമൊന്നും അമേരിക്കൻ ഇറാൻ ബന്ധങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് നമുക്കറിയാം. അത്രമാത്രം വൈരികളാണ് ഈ രണ്ട് രാജ്യങ്ങൾ. അപ്പൊ അവരുടെ താല്പര്യങ്ങളുള്ള ഒരു പ്രസിഡന്റിൽ ഒതുങ്ങി നിർത്തുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഇറാൻ ഒരു എന്താണ് ഒരു രാജ്യമായതുകൊണ്ട്, ശത്രു രാജ്യമായി കണക്കാക്കുന്നത് കൊണ്ട് ഇറാന്റെ പേരിൽ ഒരു ചാർജ് ഉണ്ടാക്കുന്ന എനിക്ക് ഇത് ക്യാമ്പയിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇതെല്ലാ സമയത്തും ഇത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ റിയൽ ടെസ്റ്റ് എന്താണ്? കമല ഹാരിസ് പ്രസിഡന്റ് ആയാൽ ഇറാൻ അമേരിക്കൻ ബന്ധങ്ങൾ വ്യത്യസ്തമാകുമോ എന്ന് നമ്മൾ ആലോചിച്ചാൽ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് അതൊരു ബൈപാർട്ടിസാൻ പോളിസിയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഒരാളെ ഫോക്കസ് ചെയ്ത് ട്രംപ് വന്നില്ലെങ്കിൽ ഇറാന് കൂടുതൽ സൗകര്യമുണ്ടാകും അമേരിക്കയോട് എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുകയില്ല. കാരണം അതല്ല ഇന്നത്തെ ഭൂമിശാസ്ത്രവും ചരിത്രവും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇറാനും അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളിൽ ആര് പ്രസിഡന്റ് ആകും എന്നുള്ളതിൽ വലിയ കാര്യമില്ല. പ്രസിഡന്റ് ട്രംപ് കുറച്ചും കൂടെ അഗ്രസീവായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നു. കമല ഹാരിസ് അതിനെപ്പറ്റി സംസാരിക്കുന്നതിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അമേരിക്കൻ ഇറാൻ ബന്ധങ്ങൾ ഉള്ള വളരെ ഏറ്റവും പ്രധാനമായ കാര്യം പാലസ്തീൻ ഇഷ്യൂ തന്നെയാണ്. അപ്പൊ അതിലിപ്പോ ഇസ്രായേലിനെ നേരിട്ട് എതിർക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ളത് കൊണ്ട് അമേരിക്ക തീർച്ചയായും അവർക്ക് എതിരായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇറാന് അമേരിക്കയുണ്ട്. അപ്പൊ അതൊരു വ്യക്തിപരമായ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ വേണ്ടിയുള്ള ശ്രമമാണെന്ന് കരുതുന്നതിൽ എനിക്ക് ചില അതിശയോക്തിയുണ്ട്. കാരണം അതല്ല ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇഷ്യൂ. ഇറാനും അമേരിക്കയുമായിട്ടുള്ള പ്രശ്നം തീർച്ചയായും ഇസ്രായേലിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ആണവ ആയുധത്തിന്റെ കാര്യത്തിൽ. കാരണം പ്രസിഡന്റ് ട്രംപ് ആണല്ലോ ഈ 15 വർഷം പോരാ ഇവരെ നിയന്ത്രിക്കാൻ മറ്റൊരു കരാർ വേണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷെ ആ കരാർ ഇന്ന് വരെ മുന്നോട്ട് പോയിട്ടില്ല. ഡെമോക്രാറ്റിക് ഭരണകാലത്തായിട്ട് പോലും അത് സംഭവിച്ചിട്ടില്ല. അപ്പൊ അവരും അതുപോലെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയ ആറ്റിറ്റ്യൂഡാണ് ന്യൂക്ലിയർ കാര്യങ്ങളിൽ ഇറാനോട് എടുത്തത്. അതുകൊണ്ട് എന്റെ ഒറ്റ സംശയം ഇത് മാത്രമേ ഉള്ളൂ. ഏത് പ്രസിഡന്റ് ആയാലും ഈ വ്യത്യാസം ഉണ്ടാവുകയില്ല എന്നുള്ളത് കൊണ്ട് പ്രസിഡന്റിന്റെ ഫോക്കസിലായിരിക്കില്ല ഈ ഇലക്ഷൻ എന്നാണ് തോന്നുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നം എങ്ങനെ ഇസ്രായേലുമായിട്ട് ഡീൽ ചെയ്യുക, അവരുടെ ന്യൂക്ലിയർ മാറ്റേഴ്സ് സെറ്റിൽ ചെയ്തിട്ട് അവരുടെ സാങ്ഷൻസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. അപ്പൊ ഇതൊക്കെ അതിന്റെ ഒരു സൈഡ് ഷോ ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. കമല ഹാരിസ് വന്നാലും വലിയ വ്യത്യാസമൊന്നും ഇറാനിൽ ഉണ്ടാകാത്തത് കൊണ്ട് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചായിക്കൂടാ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ വീക്ഷിക്കേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. ശരി, എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ക്യാമ്പയിനെയും അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനെയും ഈ ആരോപണം എങ്ങനെ ബാധിക്കുന്നു എന്നതാണ്. FBI അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി സമയമുണ്ട് അതിന്. നവംബറിന് മുമ്പുള്ള സമയം മുഴുവൻ നമുക്കത് നിരീക്ഷിച്ചറിയേണ്ടിയിരിക്കുന്നു. വളരെ നന്ദി ഡോക്ടർ ടി പി ശ്രീനിവാസൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ ബിജു ജോൺ കൊട്ടാരക്കര ആൻഡ് ശ്രീ ഡാൻ മാത്യൂസ്.
അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്ക് ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.